ഖത്തർ ലോകകപ്പിന് പിന്നാലെ ഫുട്ബോൾ ലോകം ഏറെ ചർച്ച ചെയ്ത പേരാണ് കിലിയൻ എംബാപ്പയുടേത്. അർജന്റീനയുടെ സൂപ്പർ താരം, ഫുട്ബോളിൻ്റെ സ്വന്തം മിശിക ലയണൽ മെസ്സി ഖത്തർ ലോകകപ്പ് നേടി പൂർണ്ണതയിലെത്തിയതോടെയാണ് ഇനി ഫുട്ബോൾ ലോകം എംബാപ്പയ്ക്ക് ചുറ്റും കറങ്ങുമെന്ന കളിയെഴുത്തുകൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നത്. ഫ്രഞ്ച് താരത്തിൻ്റെ കളി മികവിൽ ഫുട്ബോൾ ലോകത്തിന് ഒരു സംശയവുമില്ലായിരുന്നുവെങ്കിലും മറുവശത്ത് ലയണൽ മെസ്സിയുടെ സാന്നിധ്യം പുൽമൈതാനത്ത് തുടർന്നതോടെ വീണ്ടും എംബാപ്പയും മെസ്സിയും തമ്മിലുള്ള താരതമ്യവും കണക്ക് പറച്ചിലും റെക്കോർഡ് പറച്ചിലും തുടരുകയാണ്. ഈ ലോകകപ്പിലും ഇത് തന്നെയാണ് കാണാനാകുന്നത്. ഫിഫ ലോകകപ്പ് 2026 ഫ്രാൻസിനെ 6-4 തോൽപ്പിച്ച് ഇംഗ്ലണ്ട് 3ാം സ്ഥാനക്കാരായിരിക്കുകയാണ്. 10 ഗോളുകൾ നിറഞ്ഞ ആവേശകരമായ മത്സരത്തിൽ തകർപ്പൻ ജയമാണ് ഇംഗ്ലണ്ട് നേടിയെടുത്തത്. ബുക്കായോ സാക്കോ ഹാട്രിക്കോടെ ഇംഗ്ലണ്ടിൻ്റെ ഹീറോയായപ്പോൾ കിലിയൻ എംബാപ്പെ 2 ഗോളുകൾ ഫ്രാൻസിനായി സ്വന്തമാക്കി. എന്നാൽ വിജയം ഇംഗ്ലണ്ടിനൊപ്പം നിൽക്കുകയായിരുന്നു. ഫ്രാൻസിനായി ഇരട്ട ഗോളുകളുമായി തിളങ്ങിയതോടെ വലിയ റെക്കോർഡിലേക്കാണ് എംബാപ്പ എത്തിയിരിക്കുന്നത്. അർജന്റീനയുടെ ലയണൽ മെസ്സിയെ മറികടന്ന് ലോകകപ്പിലെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരനായി എംബാപ്പെ മാറിക്കഴിഞ്ഞു. 27-കാരനായ എംബാപ്പെ 21 ഗോളുകളുള്ള മെസ്സിയെയാണ് മറികടന്നത്. എന്നാൽ ഇന്ന് മെസ്സിക്ക് മത്സരമുണ്ടാകും. അർജന്റീന കലാശ പോരാട്ടത്തിൽ സ്പെയിനെ നേരിടാൻ പോവുകയാണ്. ഈ മത്സരത്തിൽ 2 ഗോൾ നേടിയാൽ എംബാപ്പയെ മറികടക്കാൻ മെസ്സിക്ക് സാധിക്കും. എന്നാൽ ഈ ലോകകപ്പോടെ മെസ്സി ബൂട്ടഴിക്കാനാണ് സാധ്യത കൂടുതൽ. അതേസമയം എംബാപ്പയെ സംബന്ധിച്ച് കുറഞ്ഞത് 2 ലോകകപ്പുകളെങ്കിലും കളിക്കാൻ ഇനിയും സാധിക്കും. അതുകൊണ്ട് തന്നെ മെസ്സി ഇപ്പോൾ മുന്നിലെത്തിയാലും എംബാപ്പെ ഈ റെക്കോർഡിൽ മെസ്സിയെ മറികടക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇത്തവണത്തെ ഗോൾ വേട്ടക്കാരനുള്ള ഗോൾഡൻ ബൂട്ട് റെക്കോർഡിലും മെസ്സിയെ എംബാപ്പെ മറികടന്നു. 8 ഗോളുകളും 4 അസിസ്റ്റുമാണ് മെസ്സിയുടെ അക്കൗണ്ടിലുള്ളത്. നിലവിൽ 10 ഗോളും 2 അസിസ്റ്റുമായാണ് എംബാപ്പെ തലപ്പത്ത് നിൽക്കുന്നത്. ഫൈനലിൽ ഇരട്ട ഗോൾ നേടിയാൽ 10 ഗോളോടൊപ്പമുള്ള അസിസ്റ്റുകളുടെ മുൻതൂക്കത്തിൽ മെസ്സിക്ക് എംബാപ്പയെ മറികടക്കുകയും ചെയ്യാം. ഫൈനലിൽ മെസ്സിക്ക് മികച്ച പ്രകടനത്തിലേക്ക് എത്താൻ സാധിക്കുകയും 2 ഗോളെങ്കിലും നേടാൻ സാധിക്കുമോ എന്നതുമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം ഗോൾഡൻ ബോൾ മെസ്സി ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇത്തവണത്തെ ലോകകപ്പിൽ മെസ്സിയോളം മികവ് കാട്ടിയ മറ്റൊരു താരവുമില്ല എന്ന് തന്നെ പറയാം. 39-ാം വയസ്സിലും മെസ്സി നടത്തുന്ന അത്ഭുത പ്രകടനങ്ങളുടെ മികവിലാണ് അർജന്റീന ഫൈനൽ വരെ എത്തിയിരിക്കുന്നത്. ഫൈനലിലും മെസ്സി മാജിക്കിൽ അർജന്റീനയ്ക്ക് കപ്പിലേക്ക് എത്താനാകുമോ എന്നതാണ് കണ്ടറിയേണ്ട കാര്യം. അങ്ങനെ സംഭവിച്ചാൽ 3ാം തവണയും ഗോൾഡൻ ബോൾ മെസ്സിക്കോടൊപ്പം നിൽക്കും. 2014 മെസ്സിയാണ് ഗോൾഡൻ ബോൾ നേടിയത്. 2018 റഷ്യൻ ലോകകപ്പിൽ ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച് ഗോൾഡൻ ബോൾ നേടിയപ്പോൾ 2022 ഖത്തർ ലോകകപ്പിൽ വീണ്ടും മെസ്സി ഗോൾഡൻ ബോളിലേക്ക് എത്തി. ഇത്തവണ അർജന്റീനയ്ക്ക് കപ്പ് നേടാൻ സാധിക്കാതെ പോയാലും ഫൈനലിൽ മികച്ചൊരു പ്രകടനത്തിലേക്ക് എത്താൻ മെസ്സിക്ക് സാധിച്ചാൽ ഗോൾഡൻ ബോളിലേക്ക് എത്താനായിരിക്കും. ഈ ലോകകപ്പിൽ അർജന്റീനയുടെ വിധി എന്തു തന്നെയായാലും എതിരാളികൾ പോലും അംഗീകരിക്കുന്ന തരത്തിലേക്ക് മെസ്സിയുടെ മാതൃക ഫുട്ബോൾ കാണാനായി എന്നത് നിസ്സംശയം പറയാം. ഫൈനലിൽ മെസ്സിക്കും സംഘത്തിനും സ്പെയിൻ വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യം ഉറപ്പാണ്. കരുത്തരായ ഫ്രാൻസിനെ തോൽപ്പിച്ചുവെന്ന ആത്മവിശ്വാസം സ്പെയിനുണ്ടാകും. നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരുടെ തലയെടുപ്പും സ്പെയിനുണ്ടാകും. അതേസമയം കിരീടം നിലനിർത്താൻ മെസ്സിയും സംഘവും ഇറങ്ങുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. വീണ്ടും ഒരു മെസ്സിക മാജിക്കിലൂടെ അർജന്റീനയ്ക്ക് കപ്പിലേക്ക് എത്താൻ സാധിക്കുമോ എന്നാണ് കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ട കാര്യം.